ഹായ് മക്കളെ, +1 വിദ്യാർത്ഥികൾക്ക് 5-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 27-ാം തീയതി വരെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ട്. ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾക്ക് ചില സബ്ജക്റ്റിന് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, ചിലതിന് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് സാർ ഒന്ന് സഹായിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് കൃത്യമായിട്ട് ഈ പ്ലാന് കാണേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിലെയും ഈച്ച് ആൻഡ് എവരി ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിക്കാനും ആ സബ്ജക്റ്റ് വീണ്ടും നിങ്ങൾക്ക് റിവിഷൻ നടത്താനൊക്കെയുള്ള ടൈം ഇതിൽ കിട്ടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കണ്ടീഷൻ, രാവിലെ 5 മണിക്ക് എണീക്കണം. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 11 മണി വരെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. നന്നായി പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം, ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ആ ടോപ്പിക്സിന് 5 മണിക്ക് മിനിമം എണീറ്റിട്ട് രാത്രി 11 മണി വരെ ഇനിയുള്ള ഒരു മാസം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാൻ എൻ്റെ കൂടെ നിന്ന് തരികയാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന ഫീല് നിങ്ങളുടെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് തോന്നൂല. ആ രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കേട്ടോ, ഇന്ന് 28-ാം തീയതി, നാളെ 1-ാം തീയതി, 1-ാം തീയതി മുതലുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ഓരോ സബ്ജക്റ്റും ഞാൻ ഡിഫറൻറ്റ് കളറുകളിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഈ ടെംപ്ലേറ്റ് ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എടാ ശരിക്ക് കണ്ടോ, നാളെ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്ററും ക്ലാസിഫിക്കേഷൻസ് എന്നുള്ള ചാപ്റ്ററുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കഴിഞ്ഞിട്ടില്ല, കെമിസ്ട്രിയിലെ 2 ചാപ്റ്ററേ കഴിഞ്ഞിട്ടുള്ളൂ. ബയോളജിയിലെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിളും ടോട്ടൽ നാളെ നിങ്ങൾ 4 ചാപ്റ്റർ പഠിക്കുക. ഏതൊക്കെയാണ്? കെമിസ്ട്രിയിൽ ബേസിക് കോൺസെപ്റ്റ്സ്, ക്ലാസിഫിക്കേഷനും, ബയോളജിയിൽ സെല്ലും സെൽ സൈക്കിളും. മറ്റന്നാൾ 2-ാം തീയതി ബയോളജിയിലെ 5 ചാപ്റ്ററാണ് വരുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതുപോലെ ബയോമോളിക്യൂള്, ബ്രീത്തിങ്, ഇങ്ങനെ 5 ചാപ്റ്ററാണ് ബയോളജിയിൽ വരുന്നത്. കറസ്പോണ്ടിംഗ്ലി ആ ബയോളജി നടക്കുന്ന ദിവസം കമ്പ്യൂട്ടർ സയൻസിൻ്റെ വിദ്യാർത്ഥികൾക്ക് 5 ചാപ്റ്ററുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-ാം തീയതി കഴിഞ്ഞു. 3-ാം തീയതി, 4-ാം തീയതി നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. കാരണം 5-ാം തീയതി ഇംഗ്ലീഷിൻ്റെ എക്സാം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തരുന്ന ഈ ഷെഡ്യൂൾ പ്രകാരം ഫോളോ ചെയ്യുന്നവർക്ക് 1-ാം തീയതി ഈ 4 ചാപ്റ്റർ പഠിച്ചു എന്ന് ഉറപ്പിക്കാൻ രാത്രി ഒരു 9 മണിക്ക് ഞങ്ങൾ ഈ 4 ചാപ്റ്ററുകളിൽ നിന്നുള്ളൊരു റാപ്പിഡ് റീകോളിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. രാത്രി 9 മണിക്ക് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അതേ ചാപ്റ്ററുകളിൽ നിന്നുള്ള റാപ്പിഡ് റീകോളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട് എന്ന് കൂടി ഒന്ന് സെറ്റാക്കി വെക്കാം. എക്സ്റ്റേണലി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഇതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ 5-ാം തീയതി ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു. അന്ന് രാത്രി, എക്സാം കഴിഞ്ഞ് അന്ന് രാത്രി വരാനിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ടൈം കിട്ടില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും സാധനം അന്ന് രാത്രി നിങ്ങൾക്ക് പഠിക്കാം. പിറ്റേന്ന് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, ബയോളജിയിൽ ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, ഈ 4 ചാപ്റ്ററാണ് പിറ്റേന്ന് പഠിക്കേണ്ടത്. 7-ാം തീയതി ബയോളജിയിൽ 5 ചാപ്റ്റർ ഉണ്ട്. മോർഫോളജി, അനാട്ടമി, ബോഡി ഫ്ലൂയിഡ്, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ചാപ്റ്റേഴ്സ് ഉണ്ട്. 8-ാം തീയതി കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്. 3 ചാപ്റ്റർ പഠിച്ചാൽ മതി. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ. അന്നൊക്കെ രാത്രി ഞങ്ങളുടെ മെറ്റീരിയൽസ് തരൂ കേട്ടോ. അത് നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിലുള്ള ഡൗട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തു വെക്കുകയും ചെയ്താൽ അടിപൊളിയായിരിക്കും. 9-ാം തീയതി ഒരു ഫുൾ ഡേ നിങ്ങൾ 2 ചാപ്റ്റർ പഠിച്ചാൽ മതി. കാരണം 2 ചാപ്റ്റർ അത്യാവശ്യം വലുതാണ്. ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബൺസും. 10-ാം തീയതി നിങ്ങൾ ലാംഗ്വേജിൻ്റെ സെക്കൻഡ് ലാംഗ്വേജാണ് പഠിക്കേണ്ടത്. 11-ാം തീയതി നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം ഉണ്ട്. ലാംഗ്വേജിന് മിക്കവാറും ഒരു ദിവസമോ 1.5 ദിവസമോ കിട്ടിയാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. 12-ാം തീയതി കെമിസ്ട്രിയുടെ ഹോൾ ടോപ്പിക്ക് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സ് ഇൻഡിവിജ്വലായിട്ട് പഠിക്കാനും പിന്നീട് അത് റിവിഷൻ നടത്താനുള്ള ടൈമുണ്ട്. ലാംഗ്വേജിൻ്റെ എക്സാം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ റിവിഷൻ തുടങ്ങാം. 13-ാം തീയതി ഹാപ്പി ആയിട്ട് കെമിസ്ട്രി എഴുതാം. മറ്റേത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രി നമ്മളിപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യും, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും, കെമിസ്ട്രി ആകെ ഒരു ദിവസമേ ഉള്ളൂ, പഠിച്ചാൽ എത്തും. ഈ രൂപത്തിൽ പഠിക്കണം എന്ന് മാത്രം. അടുത്തത് 14-ാം തീയതി ബയോളജിയിലെ ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തിട്ടുണ്ട്. 15-ാം തീയതി ബയോളജി കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. കാരണം എന്താ, 16-ാം തീയതി ബയോളജി എക്സാം വരുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർ എന്ത് ചെയ്യണം? ബയോളജി കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികൾക്ക് മാത്സിലെ കുറച്ച് ചാപ്റ്ററുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്സിലെ ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങുക. മാത്സിൻ്റെ എക്സാം വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസുകാരോടാണ്. ബയോളജിയുടെ എക്സാം നടക്കുന്ന അന്ന് കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികൾ കുറച്ച് ഫിസിക്സിലെ കുറച്ച് ചാപ്റ്ററുകൾ ഒരു 3 എണ്ണം ഇവിടെ പഠിക്കാനുണ്ട്. ഇതൊക്കെ വൃത്തിയായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 17-ാം തീയതി കമ്പ്യൂട്ടർ സയൻസുകാർ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുക. കാരണം 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാമാണ്.
അന്നേ ദിവസം മുതൽ ആര് പഠിപ്പ് തുടങ്ങി? ഈ നേരത്തെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബയോളജിക്കാർക്ക് എക്സാം നടക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാത്സിന് ടൈം കിട്ടിയപ്പോൾ ബയോളജിക്കാർ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ടൈം കിട്ടില്ലല്ലോ, നിങ്ങൾക്കാണ് ഇനി ടൈം കിട്ടണേ. എങ്ങനെ? ഇവിടെ 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബയോളജി വിദ്യാർത്ഥികൾക്ക് മാത്സും ഫിസിക്സിനുള്ള ടൈമാണ്. അപ്പോൾ കണ്ടോ, 17-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ അത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുമ്പോൾ ബയോളജിക്കാർ നേരത്തെ കമ്പ്യൂട്ടർ സയൻസുകാർ പഠിച്ച അതേ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ പഠിക്കാം. അതുപോലെ 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം നടക്കുമ്പോൾ ബയോളജിക്കാർ നേരത്തെ അവരിവിടെ പഠിച്ച് തീർത്ത ടോപ്പിക്സ് ഇവിടെ തീർക്കാം. മനസ്സിലായില്ലേ? 19 മുതൽ വീണ്ടും നിങ്ങൾ ഒന്നാണ്. 19 ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ, കൈനറ്റിക് തിയറി, 4 ചാപ്റ്റർ ഫിസിക്സ്, പിന്നെ 3 ചാപ്റ്റർ ഫിസിക്സ്, നെക്സ്റ്റ് ഡേ 4 ചാപ്റ്റർ ഫിസിക്സ്, നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ഫിസിക്സ് റിവിഷൻ, നെക്സ്റ്റ് ഡേ ഫിസിക്സിൻ്റെ എക്സാം. അപ്പോൾ ഒരു എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു ഷെഡ്യൂളും തരില്ല, കംപ്ലീറ്റ് ആ സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. അന്നത്തെ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞന്ന് രാത്രി വീട്ടിൽ കയറി നേരെ തുടങ്ങിക്കോ മോനെ കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മളിവിടെ മാത്സ് കുറച്ച് സെറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ലീനിയർ ഇനിക്വാലിറ്റി, ബൈനോമിയൽ, ഈ 4 ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കോംപ്ലക്സ് നമ്പേഴ്സ്. പിന്നെ ഇതെന്നാണ്? ഫിസിക്സിൻ്റെ എക്സാം തീരുന്ന അന്ന് രാത്രിയിലെ പണിയാണ്. 24-ാം തീയതി ഇനിയുള്ള ലാസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ മാത്സ് ആണല്ലോ. 24-ാം തീയതി 25-ാം തീയതിയോടുകൂടി നമ്മുടെ മാത്സിലെ എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്ററുകളും ഇവിടെ തീരും. 26-ാം തീയതി മാത്സ് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തിയിട്ട് 27-ാം തീയതി മാത്സിൻ്റെ എക്സാം എഴുതിയിട്ട് 28-ാം തീയതി CM അക്കാഡമിയിലേക്ക് വിളിച്ചിട്ട് +2-ൻ്റെ ട്യൂഷനെ കുറിച്ച് അന്വേഷിക്കുക. ഇതാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. പൊന്നുമക്കളെ, ഈ കാണുന്ന PDF നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. വേഗം പോയിട്ട് പ്ലേ സ്റ്റോറിൽ കയറുക, CM അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തുറക്കുക. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേജിൽ ഈ അറ്റത്ത് കണ്ടില്ല, നിങ്ങളിവിടെ ഒരു 3 വര കണ്ടില്ലേ, 3 ലൈന്. ആ 3 ലൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോ ആയിരിക്കും അവിടെ കാണുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും. അവിടെ ഉണ്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സാധനം. ഫ്രീ മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്താൽ അവിടെ +1-ൻ്റെയും അതുപോലെ +2-ൻ്റെയും ഒക്കെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ ഞങ്ങൾ റിച്ച് ടീംസ് ഏത് ഐഫോൺ ഞങ്ങൾ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. ആപ്പ് സ്റ്റോർ തുറക്കുക. മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അവിടെ നിങ്ങളോടൊരു ORG കോഡ് ചോദിക്കും. ആ ORG കോഡായിട്ട് ഈ കോഡ് അടിച്ചു കൊടുക്കുക. HGNTIB എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ പോയിട്ട് അവിടുന്ന് ഫ്രീ മെറ്റീരിയൽസ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പൊന്നുമക്കളെ, നിങ്ങളിതുവരെ പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ള ചർച്ച മാറ്റി വെച്ചിട്ട് ഇനി പഠിക്കാൻ സമയമുണ്ടോ ഇല്ലേ എന്നുള്ള പേടിയും ബേജാറൊക്കെ മാറ്റിവെക്ക്. എന്നിട്ട് പഠിക്കാൻ നിനക്ക് പറ്റും. ഇനിയെങ്കിലും പഠിക്കേ. ഇത് അവസാനം പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് സാർ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു കാര്യമില്ലാത്ത ചർച്ചയാണ്. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി മുതലുള്ള ദിവസങ്ങളിൽ നീ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചാൽ ലൈഫിൽ നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയമെല്ലാം ഉറപ്പായും നന്ദിപൂർവ്വം നമ്മളൊരിക്കലും ഓർക്കും. അതുകൊണ്ട് പൊന്നുമോനെ, മടിയോട് പോകാൻ പറ. നോമ്പാണ്, ക്ഷീണമാണ്, അതൊക്കെ നിനക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. പഠിച്ച് തുടങ്ങ്, അടിപൊളിയായിട്ട് പഠിക്ക്. ഈ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം നിർബന്ധമായും ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഇതിനൊക്കെ ഇത്രയും മെനക്കെട്ട് ഇതൊക്കെ ഉണ്ടാക്കി തരണില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞാലല്ലേടാ ഇതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്കൊരു ഇൻഗ്രീതി ഉണ്ടാവുള്ളൂ. ഇത് അപ്പോൾ നിങ്ങളൊന്ന് നല്ല പോലെ നിങ്ങളുടേതായ ഒരു സിൻസിയറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരണം. അത് കിട്ടാനുള്ള ഒരേ ഒരു വഴി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സാണ്. നിനക്ക് ഓപ്പൺ ചെയ്തു തരുന്നു. പിന്നെ കാണാം. താങ്ക് യു.